നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ദക്ഷിണേഷ്യൻ രാഷ്ട്രീയ ഭൂപടത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന നിർണായകമായ ഒരു മാറ്റത്തെക്കുറിച്ചാണ്. അയൽരാജ്യമായ പാകിസ്ഥാന്റെ കള്ളക്കളികൾ കാരണം അഫ്ഗാനിസ്ഥാൻ സഹായത്തിനായി അന്താരാഷ്ട്ര മധ്യസ്ഥരെ സമീപിച്ചിരിക്കുന്നു. പാകിസ്ഥാനെതിരെ തുറന്ന യുദ്ധപ്രഖ്യാപനം പോലെ അഫ്ഗാൻ പ്രതിരോധ മന്ത്രി മുഹമ്മദ് യാക്കൂബ് മുജാഹിദ് ഇന്ത്യയുമായുള്ള ബന്ധം ശക്തമാക്കുമെന്നും പ്രഖ്യാപിച്ചു. ഇതൊരു ചെറിയ വാർത്തയല്ല. ഇത് പാകിസ്ഥാന്റെ ദീർഘകാല ഭീകരവാദ നയത്തിനേറ്റ ഏറ്റവും വലിയ തിരിച്ചടിയാണ്. ഒരു വശത്ത് അയൽരാജ്യം കൈവിട്ടു പോകുന്നു, മറുവശത്ത് ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഭീമാകാരമായ വളർച്ച. പ്രത്യേകിച്ചും അഗ്നി-6 മിസൈൽ ശേഷി പാക് ഭരണകൂടത്തിന്റെ നെഞ്ചിടിപ്പ് കൂട്ടി. തങ്ങളുടെ ഏറ്റവും സുരക്ഷിതമായ ഒളിത്താവളങ്ങൾ പോലും ഇനി സുരക്ഷിതമല്ലെന്ന തിരിച്ചറിവ് പാകിസ്ഥാനെ എങ്ങനെയാണ് പിടിച്ചുലച്ചത്? പാകിസ്ഥാൻ ഇന്ന് ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയിലാണ്. ഈ പ്രതിസന്ധിക്ക് പിന്നിലെ കാരണങ്ങളും ഈ പുതിയ ഇന്ത്യ അഫ്ഗാൻ അച്ചുതണ്ട് എങ്ങനെയാണ് പ്രാദേശിക ശക്തി സമവാക്യങ്ങളെ മാറ്റിമറിക്കുന്നത് എന്നും നമുക്കൊന്ന് വിശദമായി തന്നെ പരിശോധിക്കാം. ഈ വീഡിയോ ഒരു നിമിഷം പോലും സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കണ്ടിരിക്കുക. ഈ സംഭവവികാസങ്ങളുടെ എല്ലാം കേന്ദ്രബിന്ദു അഫ്ഗാനിസ്ഥാൻ പ്രതിരോധ മന്ത്രി മുഹമ്മദ് യാക്കൂബ് മുജാഹിദിന്റെ നിർണായകമായ ചില പ്രസ്താവനകളാണ്. പാകിസ്ഥാനെതിരെ അദ്ദേഹം ഉയർത്തിയ വാദങ്ങൾ കേവലം വിമർശനങ്ങൾ മാത്രമായിരുന്നില്ല, മറിച്ച് ഒരു നയതന്ത്രപരമായ കൊടുങ്കാറ്റ് തന്നെയായിരുന്നു. ഒന്നാമത് എന്ന് പറയുന്നത് കരാർ ലംഘനവും മധ്യസ്ഥ ഇടപെടലും. അതായത് മുജാഹിദ് ആദ്യം തന്നെ ചൂണ്ടിക്കാട്ടിയത് പാകിസ്ഥാന്റെ കരാർ ലംഘനമാണ്. അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തൽ ഉടമ്പടികൾ പാകിസ്ഥാൻ പാലിക്കാത്തത് കൊണ്ടാണ് പ്രശ്നങ്ങൾ രൂക്ഷമായത്. ഇതിന് പരിഹാരം കാണാൻ അഫ്ഗാനിസ്ഥാൻ തിരഞ്ഞെടുത്ത മാർഗം പാകിസ്ഥാന് സത്യം പറഞ്ഞാൽ ഞെട്ടിച്ചു കളഞ്ഞു. ഖത്തറിന്റെയും തുർക്കിയുടെയും സഹായം അഭ്യർത്ഥിക്കുക, ഉടമ്പടിയുടെ നിരീക്ഷണവും നടപ്പാക്കലും ലക്ഷ്യമിട്ടുള്ള ഒരു ഉന്നതതല യോഗം തുർക്കിയിൽ ഉടൻ ചേരുമെന്നും അദ്ദേഹം അറിയിച്ചു. സ്വന്തം അയൽരാജ്യത്തിന്റെ വിശ്വാസം നേടാൻ കഴിയാതെ അന്താരാഷ്ട്ര മധ്യസ്ഥരെ ആശ്രയിക്കേണ്ടി വന്നത് പാകിസ്ഥാന്റെ പരാജയപ്പെട്ട വിദേശ നയത്തിന്റെ വ്യക്തമായ മറ്റൊരു സൂചന കൂടിയായിരുന്നു. അടുത്തത് ഇന്ത്യയുടെ പ്രാധാന്യം പാകിസ്ഥാന് താക്കീത് എന്നതാണ്. അതായത് മുജാഹിദിന്റെ ഏറ്റവും വിപ്ലവകരമായ പ്രഖ്യാപനം ഇന്ത്യയുമായുള്ള ബന്ധം സംബന്ധിച്ചുള്ളതായിരുന്നു. ഞങ്ങളുടെ വിദേശ ബന്ധങ്ങൾ സ്വതന്ത്രമായി നിലനിർത്തുന്ന രീതിയാണുള്ളതെന്നും തങ്ങളുടെ ദേശീയ താല്പര്യങ്ങൾക്കനുസൃതമായി ഇന്ത്യയുമായുള്ള ബന്ധം ശക്തമാക്കുമെന്നും അദ്ദേഹം തുറന്നടിച്ചു. പാകിസ്ഥാന്റെ സമ്മർദ്ദങ്ങൾക്കോ ഭീഷണികൾക്കോ വഴങ്ങില്ലെന്ന ശക്തമായ സന്ദേശമാണ് ഈ നിലപാടിലൂടെ അഫ്ഗാനിസ്ഥാൻ നൽകിയത്. രാഷ്ട്രീയപരമായി ഇത് പാകിസ്ഥാന് കനത്ത തിരിച്ചടിയാണ്. പാകിസ്ഥാന്റെ താല്പര്യങ്ങളെ മറികടന്നുകൊണ്ട് അഫ്ഗാനിസ്ഥാൻ സ്വതന്ത്രമായ വിദേശ നയം പ്രഖ്യാപിക്കുകയും ഇന്ത്യയെ തങ്ങളുടെ താല്പര്യങ്ങൾക്കനുസൃതമായ പങ്കാളിയായി തിരഞ്ഞെടുക്കുകയും ചെയ്തു. അടുത്തതാകട്ടെ ഭീകരവാദ ആരോപണങ്ങൾ തള്ളുകയാണ്. അതായത് അഫ്ഗാൻ അതിർത്തിയിലെ പ്രശ്നങ്ങൾക്ക് പിന്നിൽ ഇന്ത്യയാണെന്ന പാകിസ്ഥാന്റെ പതിവ് ആരോപണങ്ങളെ മുജാഹിദ് അടിസ്ഥാനരഹിതമാണെന്നും അസംബന്ധമാണെന്നും പറഞ്ഞ് തള്ളിക്കളഞ്ഞു. ഞങ്ങളുടെ മണ്ണ് മറ്റ് രാജ്യങ്ങൾക്കെതിരെ ഉപയോഗിക്കാൻ ഞങ്ങൾ ഒരിക്കലും അനുവദിക്കില്ല. ഇത് അദ്ദേഹം ആവർത്തിച്ചു. ഭീകരവാദത്തിന് താവളമൊരുക്കുന്നു എന്ന പാകിസ്ഥാന്റെ പ്രതിച്ഛായ തകർന്നടിയുന്നതിന് ഇത് വഴിയൊരുക്കി. അഫ്ഗാൻ അതിർത്തിയിൽ ഉണ്ടാകുന്ന ഏതൊരു ആക്രമണത്തെയും അഫ്ഗാൻ ജനത ധീരമായി പ്രതിരോധിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അഫ്ഗാൻ വിഷയത്തിൽ നേരിട്ട നയതന്ത്രപരമായ തിരിച്ചടിക്ക് പുറമെ പാകിസ്ഥാനെ ആഴത്തിൽ പിടിച്ചുലച്ച മറ്റൊരു ഭീഷണിയായിരുന്നു ഇന്ത്യയുടെ പ്രതിരോധ ശക്തിയുടെ വളർച്ച. തങ്ങളുടെ ഏറ്റവും സുരക്ഷിതമായ രഹസ്യങ്ങൾ പോലും ഇനി ഇന്ത്യയുടെ കണ്ണിൽ നിന്നും മറയ്ക്കാനാകില്ലെന്ന തിരിച്ചറിവ് പാക് സൈനിക നേതൃത്വത്തെ വല്ലാതെ അലട്ടി. ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം ഇക്കാര്യത്തിൽ ഉറപ്പ് വന്നതാണ്. എങ്കിൽ കൂടി അതുപോലെ തന്നെ പാകിസ്ഥാനിലെ പ്രമുഖ ദിനപത്രമായ ഡോൺ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പുറത്തുവിട്ടൊരു വാർത്തയാണ് ലോകശ്രദ്ധ വീണ്ടും ആകർഷിക്കുന്നത്. ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ വികസന സംഘടന വികസിപ്പിക്കുന്ന ബങ്കർ ബസ്റ്റർ മിസൈൽ ശേഷിയെക്കുറിച്ചായിരുന്നു അവരുടെ ആശങ്ക. അതുപോലെ അഗ്നി-6 പരീക്ഷണം എന്ന രീതിയിൽ പ്രചരിക്കുന്ന വാർത്തയിലെ അതിന്റെ പ്രഹരശേഷിയെക്കുറിച്ചും 7500 കിലോഗ്രാം ഭാരമുള്ള പരമ്പരാഗത വാർഹെഡ് വഹിക്കാൻ കഴിവുള്ള ഈ മിസൈലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് പൊട്ടിത്തെറിക്കുന്നതിന് മുമ്പ് ഭൂമിക്കുള്ളിൽ 80 മുതൽ 100 മീറ്റർ വരെ ആഴത്തിൽ തുളച്ചു കയറാൻ ശേഷിയുള്ളതാണ് എന്നതാണ്. ഈ കഴിവ് അമേരിക്കയുടെ GBU-57 MOP ബോംബിന് സമാനമായിരുന്നു. ഈ പുതിയ ആയുധം പാകിസ്ഥാൻ സൈനിക തന്ത്രജ്ഞരെ ഭയപ്പെടുത്തിയതിന് വ്യക്തമായ കാരണങ്ങളും ഉണ്ടായിരുന്നു. അഭേദ്യമായ ഒളിത്താവളങ്ങൾ, പാകിസ്ഥാന്റെയും ചൈനയുടെയും ആഴത്തിൽ മണ്ണിനടിയിൽ കുഴിച്ചിട്ടിരിക്കുന്ന കമാൻഡ് സെന്ററുകൾ, മിസൈൽ സിലോകൾ, മറ്റ് സുപ്രധാന സൈനിക ഇൻസ്റ്റാളേഷനുകൾ എന്നിവ നിർവീര്യമാക്കാൻ ഇന്ത്യക്ക് ഇതിലൂടെ സാധിക്കുമായിരുന്നു. ആണവ പ്രതിരോധത്തിന്റെ തകർച്ച ഏറ്റവും പ്രധാനമായി പാകിസ്ഥാൻ ഏറ്റവും
സുരക്ഷിതമെന്ന് കരുതിയ അവരുടെ ആണവ കമാൻഡ് ബങ്കറുകളെയും മിസൈൽ സംഭരണ കേന്ദ്രങ്ങളെയും ഭീഷണിപ്പെടുത്താൻ ഈ പരമ്പരാഗത ആയുധത്തിന് കഴിയും എന്നത് വലിയൊരു ആശങ്ക തന്നെയാണ്. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ തന്നെ പാകിസ്ഥാൻ ഇപ്പോൾ നിൽക്കക്കള്ളിയില്ലാത്ത അവസ്ഥയാണല്ലോ. ഇന്ത്യയുടെ ആണവായുധങ്ങൾ ആദ്യം ഉപയോഗിക്കില്ല എന്ന നയത്തിന് വെല്ലുവിളിയാകാത്ത ഒരു പരമ്പരാഗത ആയുധം കൊണ്ടാണ് ഇന്ത്യ ഈ ശേഷി വികസിപ്പിച്ചത്. ആണവായുധം ഉപയോഗിക്കാതെ തന്നെ പാകിസ്ഥാന്റെ ആണവശേഷിയെ തകർക്കാൻ കഴിയുന്ന ഒരു ആയുധം വികസിപ്പിക്കാൻ കഴിഞ്ഞാൽ അത് പാകിസ്ഥാന്റെ പ്രതിരോധ തന്ത്രങ്ങളെ പൂർണ്ണമായും അട്ടിമറിക്കും. ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള അവരുടെ നയപരമായ ധൈര്യം ഈ സൈനിക മുന്നേറ്റം കെടുത്തിക്കളഞ്ഞു. ഇതൊന്നും കൂടാതെ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ പോലെയുള്ള ഓപ്പറേഷനുകളിൽ ബ്രാഹ്മോസ് പോലെയുള്ള അത്യാധുനിക മിസൈലുകൾ ഉപയോഗിച്ചതും പാകിസ്ഥാന്റെ സൈനിക ശക്തിയെക്കുറിച്ചുള്ള ധാരണകളെ പൂർണ്ണമായും മാറ്റിമറിച്ചിരുന്നു. ഇന്ത്യയുടെ സൈനിക ശക്തിയിലെ ഈ വിപ്ലവകരമായ മാറ്റങ്ങൾ പാകിസ്ഥാനെ ഒരു ഇരട്ട ഭീഷണിയിലേക്കാണ് തള്ളിവിട്ടത്. പാകിസ്ഥാൻ ഇന്ന് അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികൾ എന്നാൽ സൈനികപരവും നയതന്ത്രപരവും മാത്രവുമല്ല, അതും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതെല്ലാം ഉപരി സാമ്പത്തികപരവുമാണ്. ഈ സാമ്പത്തിക ദുരവസ്ഥയാണ് ഇന്ത്യയുടെ സൈനിക മുന്നേറ്റത്തെക്കുറിച്ച് അവർക്ക് ഇത്രയധികം ഭയം ഉണ്ടാക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം. മറ്റൊന്ന് ഭീകരവാദത്തിന്റെ സാമ്പത്തിക തിരിച്ചടി കൂടിയാണ്. വർഷങ്ങളോളം ഭീകരവാദത്തിന് ഔദ്യോഗികമായി പ്രോത്സാഹനം നൽകിയതിന്റെ കനത്ത വിലയാണ് പാകിസ്ഥാൻ ഇന്ന് ഈ കിടന്ന് അനുഭവിക്കുന്നത്. സംഘടനകളുടെ വിലക്ക്, അതായത് FATFന്റെ ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടാനുള്ള ഭീഷണിയും അന്താരാഷ്ട്ര നിക്ഷേപങ്ങൾ കുറഞ്ഞതും പാകിസ്ഥാന്റെ സമ്പദ് വ്യവസ്ഥയെ തകർത്തു. പിന്നെ ഇന്ത്യയുടെ വളർച്ച നോക്കുമ്പോൾ പാകിസ്ഥാൻ ഭീകരവാദത്തിൽ പണമിറക്കിയപ്പോൾ ഇന്ത്യ പ്രതിരോധ ഗവേഷണ വികസനത്തിലും സാങ്കേതിക വിദ്യയിലും അതുപോലെ തന്നെ അടിസ്ഥാന സൗകര്യ വികസനത്തിലും നിക്ഷേപം നടത്തി. ഈ വികസനത്തിന്റെ ഫലമാണ് ഇന്ന് ഇന്ത്യ നേടിയെടുത്ത സൈനിക ശക്തിയും അതുപോലെ തന്നെ ലോക രാജ്യങ്ങൾക്കിടയിലുള്ള ഈ ഒരു തലയുയർത്തി നിൽക്കാനുള്ള അവസരവും. പിന്നെ പാകിസ്ഥാൻ എന്ന അവരുടെ ദേശീയ താല്പര്യങ്ങൾക്ക് പോലും ചൈനയ്ക്ക് അടിയറവ് വെച്ച അവസ്ഥയിലുമാണ്. CPECയുടെ ബാധ്യത ചൈന പാകിസ്ഥാൻ ഇക്കണോമിക് കോറിഡോർ കേട്ടിട്ടുണ്ടാവുമല്ലോ. ആ പദ്ധതിയിലൂടെ ചൈനയുടെ കടക്കിണി നയതന്ത്രത്തിൽ പാകിസ്ഥാൻ പൂർണ്ണമായും അകപ്പെട്ടു. അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇന്ന് ചൈനയുടെ നിയന്ത്രണത്തിലാണ്. ദേശീയ അഭിമാനമാണ് നഷ്ടപ്പെടുന്നത്. സ്വതന്ത്രമായൊരു വിദേശ നയം എടുക്കാൻ കഴിയാതെ ചൈനയുടെ ചൊൽപ്പടിക്ക് നിൽക്കേണ്ടി വരുന്ന അവസ്ഥ പാകിസ്ഥാന്റെ ദേശീയ അഭിമാനത്തിനേറ്റ വലിയ ക്ഷതമാണ്. അഫ്ഗാനിസ്ഥാൻ പോലും സ്വതന്ത്രമായി ഇന്ത്യയുമായി ബന്ധം ദൃഢമാക്കുമ്പോൾ പാകിസ്ഥാൻ ചൈനയുടെയും IMFന്റെയും കയ്യിലെ പാവയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അഫ്ഗാനിസ്ഥാനുമായുള്ള സംഘർഷം മൂലം പാകിസ്ഥാന്റെ വ്യാപാര ബന്ധങ്ങൾക്കും കനത്ത തിരിച്ചടിയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അയൽക്കാരുമായുള്ള ബന്ധം പരസ്പര ബഹുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ കെട്ടിപ്പടുക്കാനാണ് കാബൂൾ ആഗ്രഹിക്കുന്നത്. മുജാഹിദിന്റെ ഈ വാക്കുകൾ പാകിസ്ഥാന് നല്ല അയൽപ്പക്ക തത്വങ്ങൾ പോലും പാലിക്കുന്നില്ല എന്നതിന്റെ സൂചന കൂടിയായിരുന്നു. ഇന്ത്യയുടെ സൈനിക ശേഷിയുടെ വളർച്ചയും അഫ്ഗാനിസ്ഥാന്റെ നിർണായകമായ നിലപാടും പാകിസ്ഥാന് മേൽ വലിയ സമ്മർദ്ദമാണ് ചെലുത്തിയത്. ഭീകരവാദത്തെ ഒരു നയമാക്കി ഉപയോഗിക്കുന്നതിനേക്കാൾ ഒരു ഉത്തരവാദിത്തമുള്ള അയൽരാജ്യമായി മാറാനുള്ള അവസാനത്തെ അവസരമാണ് പാകിസ്ഥാന് ലഭിച്ചിരിക്കുന്നത്. അല്ലാത്ത പക്ഷം ഈ ഒറ്റപ്പെടലും ഭീഷണികളും അവരുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാകും. ഇന്ത്യയുടെ ഈ പ്രതിരോധ മുന്നേറ്റം മേഖലയിൽ സമാധാനവും സ്ഥിരതയും നിലനിർത്താൻ സഹായിക്കുന്ന ഒരു തന്ത്രപരമായ ശക്തിയാക്കി മാറ്റുകയാണ്. അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? അഫ്ഗാനിസ്ഥാന്റെ നിലപാട് ശരിയാണോ? ഇന്ത്യ അഫ്ഗാൻ ബന്ധം പാകിസ്ഥാന്റെ ഭീകരവാദ നയങ്ങളെ തകർക്കുമോ? തീർച്ചയായും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വാർത്തയും വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.